എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിയാസ് പാണ്ടിക്കാട്. ഇന്ന് നമ്മൾ ഒറ്റപ്പാലത്തേക്കാണ് ലോഡിയുള്ളത് കേട്ടോ. മേലാറ്റൂര് വഴിക്കാണ് പോണത്. പിന്നെ നേരെ പോയിട്ട് തൂത ചാടിയിട്ട് ചെർപ്പശ്ശേരി ഒറ്റപ്പാലം. അപ്പോൾ അതിലുള്ള അതിൽ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ സമയം 11 മണി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ബെല്ലൈക്കണൊക്കെ അമർത്തണം. അപ്പോൾ വീഡിയോ ഉണ്ടാക്കാം. ഇവിടെ ഒരു അടിപൊളി പള്ളിയൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ മേലാറ്റൂര് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഒലിപ്പുഴ എത്താനായി, അല്ല ഉച്ചാരക്കടവ് എത്താനായി. മേലാറ്റൂര് കഴിഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് ഡീസൽ അടിക്കണ പമ്പ് കേട്ടോ. HP-ൻ്റെ പമ്പ് കുഴപ്പമില്ലാത്ത തന്നെ കേട്ടോ. HP-ൻ്റെ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ഡീസൽ ഫുൾ ടാങ്ക് ആക്കി പോയാൽ. അപ്പം നമ്മൾ ഉച്ചാരക്കടവ് എത്താനായിട്ടോ. നല്ല മഴക്കാറുണ്ട്. അതാണ് ഉച്ചാരക്കടവ് പാലം. നല്ല വെള്ളമിട്ട് പാലത്തിൽ. ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കുറച്ച് പാച്ച് വർക്ക് ചെയ്ത റോഡാണ്. ഇവിടുന്ന് ഇനി നമ്മള് കുളപ്പുറം പറഞ്ഞ സ്ഥലത്തുനിന്ന് തിരിയാം. അതുവരെ റോഡ് ഇങ്ങനെ തന്നെയാണ്. ഹോട്ടലിൽ സൈഡാക്കിയാണ്. പൊറോട്ട കഴിച്ചിട്ട് പോവാം. സമയം കുറേ ആയിക്കോട്ടെ. അപ്പൊ ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായയുടെ കഴിഞ്ഞപ്പോൾ ഇതിനൊരു മഴയും പെയ്തു. അപ്പോ ചെറുകട കഴിഞ്ഞ് പോന്നു, ചായ അടിച്ച് പോന്നു അവിടുന്ന്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാട് വരെ പണിയെടുക്കേണ്ടത്. ഇവിടൊക്കെ വളരെ മോശമാണ് റോഡ്. വലിയ വലിയ കുഴികളൊക്കെയാണ് റോഡിലുള്ളത്. എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയാം. ഇതാ കണ്ടില്ലേ, കുറെ കോറി വേസ്റ്റ് ഒക്കെ ഇട്ട് ലെവലാക്കിയിരിക്കണേ. ഇങ്ങനെ നല്ലേന്, ഇതിലാകെ പൊട്ടി പൊളിഞ്ഞടക്കിന് അവിടെയൊക്കെ. അപ്പൊ കുറെ കോറി വേസ്റ്റ് ഒക്കെ ഇട്ടിക്കണേ. ഇതാണ് കാപ്പ് കുളപ്പുറം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ തിരിയണം. ഇന്ന് റൈറ്റേക്ക് ഇരിഞ്ഞിട്ടാണ് പോവാനുള്ളത്. ഈ നല്ല റോഡാട്ടോ. നേരെ അങ്ങോട്ട് പോയാല് മണ്ണാർക്കാട്. ഈ റോഡ് നേരെ കരിങ്കല്ലത്താണ് പോയി ചാടും. കുറച്ച് വളവുകൾ ഉണ്ടെന്നുള്ളൂ, വല്ലാത്ത കുഴപ്പമൊന്നുമില്ല റോഡിന്. ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞ റോഡ് കുഴപ്പമില്ലാത്ത വീതി ഉണ്ട്. പിന്നെ വണ്ടിത്തിരക്ക് വല്ലാണ്ടില്ല, കുറവാണ്. ഇതിലുള്ള എന്താ റോഡ്. ഈ മഴ പെയ്താൽ തന്നെ റോഡിന് ഭംഗി കൂടും. മഴ പെയ്താൽ അതാണ് അവസ്ഥ. റോട്ടിൽ വെള്ളം ഫുള്ള്. അപ്പൊ നമ്മള് വെട്ടത്തൂർ എത്തിട്ടോ. ഇവിടുന്ന് നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ടാ പോണ്ടേ. വെട്ടത്തൂർ ഇവിടുന്ന് റൈറ്റ് പോയാൽ കാര്യവട്ടം, ലെഫ്റ്റ് പോയാൽ അലനെല്ലൂര്. ഈ റോഡ് നേരെ അലനെല്ലൂർക്ക് ആടും. റൈറ്റ് പോയാൽ നമുക്ക് നേരെ സ്ട്രൈറ്റാ പോണ്ടേ. ഓല റോഡൊക്കെ നല്ല റോഡാണ്. ഇനി കട്ട് റോഡൊന്നുമില്ല. ഇനിയിപ്പോ ചെർപ്പശ്ശേരി കഴിഞ്ഞാൽ കുറച്ച് റോഡ് മോശമുണ്ട്. അവിടെ പണിയെടുക്കണോണ്ട് കുറച്ച് റോഡ് മോശം. ഇന്നത്തെ വണ്ടിയില് പ്ലൈവുഡിന്റെ വേസ്റ്റാണ്. ലൈറ്റ് ലോഡാട്ടോ. പേപ്പറിലാണ് പോണേ. നല്ല രസമാട്ടോ ഇവിടെ. സൈഡില് കവുങ്ങും, രണ്ട് സൈഡിലും ഇട്ടോ കവുങ്ങ്. ഇവിടെ ചെറിയൊരു പാലം. ലൈനുമ തട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. സർവീസ് കാരൊക്കെ ഉണ്ടാവും സൈഡിൽ കൂടെ. ഇപ്പൊ തട്ടാവും. സ്ഥലത്ത് പയറിന്റെ കൃഷി, കപ്പ കൃഷി, അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട് ഇവിടെ.
നല്ല ഭംഗിയുള്ള റോയി. ഇവിടെയൊക്കെ കവുങ്ങ് കൃഷി, തെങ്ങ്, വാഴ അങ്ങനെയുള്ള സാധനങ്ങളാണ്. കുറ്റിപ്പുളി എത്തി, കുറ്റിപ്പുളി. പാണ്ടിക്കാട് കുറ്റിപ്പുളി അല്ല കേട്ടോ, താഴെക്കോടെ എത്തുന്നതിനുള്ള കുറ്റിപ്പുളി. മലങ്കടാറ സ്ഥലമാണ്. എന്തായാലും റോഡും ഇപ്പൊ മഴയൊക്കെ പെയ്തുകൊണ്ട് പച്ചപ്പൊക്കെ കൂടുതലുണ്ടാവുകൊണ്ട് നല്ല രസമാണ് കാണും. ഇവിടെ ഒരു പള്ളിയൊക്കെ ഇട്ടിട്ട് അടിപൊളി പള്ളി. എന്താ ഭംഗി. ഇതാണ് മാട്രക്കൽ ടൗണ്. സ്കൂളൊക്കെ ഉണ്ട്. പുകവലി നിരോധിത മേഖലയാണ്. 100 മീറ്റർ അപ്പുറപ്പുറമൊക്കെ ചെറുതേന് ഇവിടെ കിട്ടും നാടൻ. ഇതാണ് സ്കൂള്, ചെറു സ്കൂളാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് എബ്രഹാംപടിയാണ്. എബ്രഹാംപടി എന്നും പറയും, ഇബ്രാഹിംപടി എന്നും പറയും. അവിടെ എഴുതി വെച്ച ബോർഡുമുള്ള ഇബ്രാഹിംപടിയാണ്. ഞാൻ കാണിച്ചു കേട്ടോ. ഇബ്രാഹിംപടി ബോർഡും അങ്ങനെ എഴുതിക്കണം. പക്ഷെ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് എബ്രഹാംപടി എന്നാണ്. ഇത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. കപ്പയുണ്ട്, കവുങ്ങുണ്ട്, ഇവിടെ ചേന കൃഷി ഉണ്ട്. ഇവിടെ ഒരു വഴിയോര ചായക്കട ഉണ്ട്. ഇവിടെ പുല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് പശുവിനുള്ള. ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്തൊരു പള്ളി. റബ്ബർ പാല് കളക്ട് ചെയ്ത് കൊണ്ടുപോവാണ്. ഇനി കൊണ്ടുപോയിട്ട് അവര് അവിടെ പ്ലാന്റിൽ പോയിട്ട് ഷീറ്റാക്കും. ടാപ്പിംഗുകാർക്ക് സുഖമാണ്. പാല് ഷീറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ പാല് ഊറ്റിയിട്ട് ഇതേപോലെ ക്യാനിലാക്കിയിട്ടാൽ മതി. നമ്മളെ ഏരിയ കൂടെ ഒക്കെ ഉണ്ട് ഇങ്ങനെ. കരിങ്കല്ലത്താണി എത്തിട്ടോ, കരിങ്കല്ലത്താണി. ഇവിടുന്ന് അതുപോലെ തന്നെ നമുക്ക് നേരെ സ്ട്രൈറ്റ് ആണ് പോകേണ്ടത്. റൈറ്റ് സൈഡ് പോയാൽ പെരിന്തൽമണ്ണ, ലെഫ്റ്റ് സൈഡ് പോയാൽ നമ്മളെ മണ്ണാർക്കാട്. കരിങ്കല്ലത്താണ് ഈ ടൗണ്. റോഡ് വീതി കമ്മിയാണ്. അവിടെ സൈഡ് കൂടെ വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെ 2 വണ്ടി പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ ട്രാഫിക് പോലീസുകാരുണ്ടാവില്ല 2 റോട്ടും. പിന്നെ നമുക്ക് നേരെ പോകണ്ടേ സ്ട്രൈറ്റ്. പ്രശ്നമാണിത്. റോട്ടും ഇട്ടിട്ടാണ് ബസ്സിൽ ആളെ കയറ്റുക. സ്ഥലമല്ല. അപ്പൊ പിന്നെ ഇവിടെ വരുന്ന വണ്ടികൾ ബ്ലോക്ക് ആവും. അവിടെ ട്രാഫിക്കാരുണ്ട്. ഇവിടെ ഒരു ഹൈസ്കൂൾ ഉണ്ട്, കരിങ്കല്ലത്താണി. ഡിവൈഡർ വെച്ചിട്ടുള്ളതാണ്. ഇതാണ് സ്കൂള്. സ്കൂളിന്റെ അടുത്ത് തന്നെ ഒരു മസ്ജിദും. പച്ചത്തേങ്ങ ഉണക്കി ആട്ടി കൊടുക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ തിരിയണ്ടേ പൂവത്താണി. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോകണം. നേരെ തൂത. നേരെ പോയാൽ ശ്രീകൃഷ്ണപുരം. ആ ബസ് വരുന്ന റൂട്ട് ശ്രീകൃഷ്ണപുരം. നമുക്ക് ഇതാ ഇങ്ങോട്ട് തിരിഞ്ഞു പോകണം. ഈ റോഡാണ് തൂത. സൈഡിൽ ഓട്ടോ സ്റ്റാൻഡും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് വേറെ റോഡും വേറെ തിരിയും കേട്ടോ. ഇവിടെ ചെറിയ സ്കൂളുണ്ട്. ഇവിടുന്ന് വട്ടപ്പറമ്പ് പെരിന്തൽമണ്ണ റൂട്ട് അങ്ങോട്ട് നേരെ ആ റൂട്ട്. നമുക്ക് നേരെ തൂത ചെറുപ്പശ്ശേരി ഇങ്ങോട്ട്. ഇവിടെ സ്കൂളുണ്ട്. സ്കൂള് പോവാത്താണ്, ചെറിയ സ്കൂളാണ്. അതുപോലെ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു മരവില്ലുണ്ട്.
പെട്ടെന്ന് മഴ ചെറുതായിട്ട് പെയ്തിട്ടുള്ളൂ തോന്നുന്നുണ്ട്. റോഡൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട്. ചെറിയ സ്ഥലത്തുകളൊക്കെ വെള്ളമുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത് തിരിയേണ്ട സ്ഥലത്തെത്തി. ഇതാണ് പിടാത്തി പാലം. തൂത റൈറ്റ്, ലെഫ്റ്റ്, താഴേക്കോട് റൈറ്റ്, റോഡ് താഴേക്കോട്. അതാ പുഴയിലും വെള്ളമൊക്കെ ഉണ്ട്. പിടാത്തി കുറച്ച് റോഡൊക്കെ ഇതൊക്കെയാണ്, വളവും തിരിവൊക്കെയുള്ള റോഡാണ്. അങ്ങനെ നമ്മൾ തൂതെത്തിട്ടോ. അവിടെ പാലം കാണുന്നുണ്ടോ? തൂത ചെർപ്പളശ്ശേരി പെരിന്തൽമണ്ണ. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ പെരിന്തൽമണ്ണയാണ്. ചെറിയൊരു ടൗണാ തൂത. ഇവിടെ റോഡിൽ കൂടെ വണ്ടികൾ എടുത്തിട്ടേ റോഡ് തീരെ വീതിയില്ല. നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞു പോകണം. ഇവിടുന്ന് റൈറ്റ് പെരിന്തൽമണ്ണയാണ്. ഇപ്പൊ പുതിയ പാലം വന്നാണ് തൂത. ഈ നല്ല റോഡാ ചെർപ്പളശ്ശേരി വരെ. ഈ റോഡ് നേരെ മുണ്ടൂരി കടയാറിന് ത്തിന്റെ വണ്ടിയാണ്. ലെഫ്റ്റ് സൈഡിൽ ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് ഉണ്ട്. നല്ല സ്ട്രൈറ്റ് റോഡാട്ടോ. ഏതാ റോഡ്? ന്യൂയോർക്കിലെ റോഡ് ആണല്ലേ പിണറായി സാർ, അതേപോലത്തെ റോഡ്. പാലക്കാട് 45 കിലോമീറ്റർ കേട്ടോ അവിടുന്ന്. ഇപ്പൊ സമയം 12 മണിയായി. നമ്മൾ 1 മണിയാകുമ്പോ സ്പോട്ടിലെത്തും. കാറൽമണ്ണ പറഞ്ഞ സ്ഥലമാണ്. ഓടക്കാരോ ചരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ചെറുപ്പശ്ശേരിക്ക് തിരിയട്ടോ ടൗണിക്ക്. നമ്മൾ ടൗണിൽ പോണില്ല, നമ്മൾ നേരെ ബൈപ്പാസിന് തന്നെ ഇവിടെയാണ്. ഇതാണ് ടൗണിക്കുള്ള വഴി ചെറുപ്പശ്ശേരി. നമുക്ക് നേരെ പോണം, അപ്പുറത്ത് ബൈപ്പാസ് ലാസ്റ്റ് തിരിയണം. ഇവിടുന്ന് പാലക്കാട് 43, കൊങ്ങാട് 25 കേട്ടോ കിലോമീറ്റർ. ഇവിടൊക്കെ മഴ പെയ്ത് തോർന്നാണ്. ഇപ്പൊ വെയിലിറക്കിണ്ട്, മഴക്കാറുണ്ട് കേട്ടോ നല്ലേ. ഏത് നിമിഷം മഴ പെയ്യും. ചെറുപ്പശ്ശേരി എത്തിട്ടോ. നമുക്ക് ഇവിടെ തിരിയണം. നേരെ പാലക്കാട് 44 കിലോമീറ്റർ, ചെറുപ്പശ്ശേരി 2 കിലോമീറ്റർ. ഇത് ടൗണിലേക്കുള്ള റോഡുണ്ട് കേട്ടോ ചെറുപ്പശ്ശേരി. കുറച്ചുകൂടെ പോയിട്ട് തിരിഞ്ഞു പോകണം നമുക്ക്. വീണ്ടും ടൗണിൽ പോണില്ല, ഈ റോഡിനാണ് തിരിയേണ്ടത്. ഇവിടെ ബസ് തിരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം തിരിഞ്ഞു പോവാൻ. വരണ്ട് കേട്ടോ. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വെട്ടിയൊക്കെ പൊട്ടണേ ഞാൻ പറ്റുന്നത്. വീതിയില്ലാത്ത റോഡാട്ടോ, 2 ഹമ്പൊക്കെ ഉണ്ട് റോഡില്. നമുക്ക് ഇവിടുന്ന് തിരിയണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം. ഇത് ടൗണിൽ നിന്ന് വരുന്ന റോഡാ ചെറുപ്പശ്ശേരി. തേങ്ങ കയറ്റുന്നതാ വണ്ടി, നാളികേരം. റോഡ് ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല, കുറച്ചുകൂടി പോയാൽ റോഡ് നല്ല മോശം. മാമ്പയം
റംബുട്ടാന്, മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു മാരുതിൻ്റെ ഒരു സർവീസ് സെൻ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. സെയിൽസ് ആൻഡ് സർവീസ് ഒക്കെ ഉണ്ട്. മക്കബറുണ്ട്. ഫക്കീർ മെയ്തീൻ ഉപ്പാപ്പാൻ്റെ മക്കബറാണ്. ഇവിടെ സൈഡിലൊരു കൃഷിയുണ്ട്. ചേനുണ്ട്, വാഴയുണ്ട്, നല്ല കൃഷികളുണ്ട്. സൽമാൻ കുറ്റിക്കോടിൻ്റെ നാട് കേട്ടോ. അവൻ്റെ വീട് എവിടെ എനിക്കറിയില്ല, അത് കണ്ടില്ല. ഇതാണ് ആ നാട്. ഇവിടെ എവിടെ തോന്നുന്നുണ്ട് കേട്ടോ വീട്. വീടും വെയിലൊക്കെ പോയി മഴക്കാറ് മൂടി. ഞങ്ങൾ ആ പാടത്തൊരു അടിപൊളി പള്ളി ക്ലിയറായിട്ട് കാണിച്ചോ. കാട് പിടിച്ചിട്ട് മറവാണ്. എന്താ ഭംഗിയിലെ പള്ളി കാണാം. അതിലേക്കുള്ള വഴി ഇതില്ല കേട്ടോ. ഇതാണ് അതിലേക്കുള്ള വഴി. ഈ ഒറ്റപ്പാല ഏരിയ നല്ല കൃഷികളും പാടും പച്ചപ്പൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. ഇവിടെ ഉണ്ട് ചേനന്റെ കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. റോഡ് കുറച്ച് മോശമായി കിട്ടും. വലിയ വലിയ കുഴികളവിടെ ഉണ്ടോ. നാടൻ പച്ചക്കറി. അപ്പൊ തൃക്കടിയിൽ എത്താനായി. ഇവിടെ ഒരു എക്സൈസിന്റെ ഓഫീസൊക്കെ ഉണ്ട്. ഇതൊക്കെ എക്സൈസ് പിടിച്ചിട്ട വണ്ടികളാ. അപ്പൊ അങ്ങനെ തൃക്കടിയിൽ ടൗൺ കഴിഞ്ഞു. നമ്മൾ ഏകദേശം പാറിന്റെ അടുത്തേക്ക് എത്താനായിട്ടോ. കാരണം പാറ വലിയൊരു മല പോലെ കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ പാറ. അതിന്റെ അപ്പുറത്തെ ഭാഗം പൊട്ടിക്കുന്നുണ്ട് പാറിന്റെ. രണ്ട് സൈഡില് ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് കേട്ടോ. സിറ്റി മാളുണ്ട് ഉണ്ടോ. അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ബിരിയാണി വേണ്ടവർക്ക് ഇവിടെ നയിക്കട്ടോ. ബിരിയാണി, പിന്നെ മന്തി അങ്ങനത്തെ ഫുഡുകളൊക്കെ ഉണ്ട് അവിടെ. ഇവിടുത്തെ റോഡ് പുതിയ പണി കഴിഞ്ഞാണ്. ഈ റോഡ് വീണ്ടും വർക്ക് കിടക്കണോട്ടോ. കുറച്ച് കഴിഞ്ഞുള്ളൂ. കീവ് റോഡ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ സമയം 12:27 ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ റോഡ് ഇവിടെ തീർന്നു കേട്ടോ. ഈ കുറച്ച് പാച്ച് വർക്കുള്ള റോഡാണ്. ഈ റോഡിന് പോയാൽ ആ പാറിന്റെ അവിടേക്ക് പോകാൻ പറ്റും കേട്ടോ. എന്ന് തീരും ഈ ദുരിതയാത്ര. സംഗതി ശരിയാണ്. റോഡിന്റെ അവസ്ഥ അങ്ങനെയാണ്. വളരെ ശോചനീയാണ്. ഫുള്ള് കാണുന്നുണ്ടോ പാറ. എങ്ങോട്ട് പോരുമ്പോ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഹോട്ടൽ കിട്ടോ. അത്ഭുത ബിരിയാണി. ഇവിടെ ഓരോ ദിവസം ഓരോ ഫുഡാണ്. ഹോട്ടലിന്റെ ലൊക്കേഷൻ വരുന്നത് അനങ്ങനങ്ങാടി കേട്ടോ. വീണ്ടും നല്ല റോഡ് കയറിട്ടോ. ഇവിടെ നിന്നിട്ട് നല്ല റോഡാ. കൂടുതലൊന്നുമില്ല, ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും റോഡ് മോശം. പിന്നെ ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. ഹൈസ്കൂള് അനങ്ങനങ്ങാടി. ഹയർ സെക്കൻഡറി സ്കൂൾ അനങ്ങനങ്ങാടി. ഇവിടെ ഗ്രൗണ്ടും ഉണ്ട് സ്കൂളിൻ്റെ. കാണില്ല, അതാണ് കറക്റ്റ് സ്കൂൾ. വലിയ സ്കൂളാട്ടോ. ഈ ഏരിയയിലൊക്കെ കുറെ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡില് വലിയ പാറയും. ഏതാ ബസ്സിന്റെ വരവ്. അപ്പൊ നല്ല റോഡ് വീണ്ടും തീരാറായി.
ഇവിടെ തീർന്നു. ഇനി നല്ല റോഡില്ല കേട്ടോ. ഇതൊക്കെ ഇതേമാതിരത്തെ റോഡാ, വെച്ച് വർക്ക് കഴിഞ്ഞ റോഡ്. പനമണ്ണ സ്ഥലത്തി വരോട് പറഞ്ഞ സ്ഥലത്തിട്ടോ. വരോട് ഇവിടെ സ്കൂളുണ്ട്. ഇവിടെ റോഡ് കുറച്ച് കുഴപ്പമില്ല. അതായത് ലെഫ്റ്റ് സൈഡിലൊരു സ്കൂള്, UP സ്കൂളാ. രണ്ട് സൈഡിലും പാടം. ഒന്നും പറയാല്ല. അവിടെ വീടുണ്ട്. സൂമിങ് കിട്ടും കേട്ടോ. രസമുള്ള സ്ഥലം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൽ വന്നപ്പോ കൊക്കാള വെക്കണ പാടതാ, കൊക്കാള കാണട്ടെ. അതില് ഒരുപാട് താവുകളുണ്ടായിരുന്നു. വണ്ടി കംപ്ലൈന്റ് ആയോ? ഓട്ടം നടക്കരുത്. ഒരു പാറയും മുകളിലൊരു മല. റോഡ് നല്ല അടിപൊളി റോഡാ. ഇവിടെ ഓപാലത്തിന്റെ പണി ഒരു സൈഡ് കഴിഞ്ഞ, ഒരു സൈഡ് വർക്ക് നടക്കുന്നുള്ളൂ. സ്ലാബൊക്കെ വാർത്തിട്ടിരിക്കണ്. വൺ സൈഡ് മാത്രമേ വണ്ടി വിടുന്നുള്ളൂ. ഇവിടെ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഒരു കുഴിയൊക്കെ വന്നിട്ടുണ്ട് അവിടെ സൈഡിൽ. AC താടെ നിർത്തിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ കൂട്ടിയിട്ടാണ്. എംസാൻഡ്, മെറ്റല്, കോളറൊക്കെ ഉണ്ട്. നമ്മളെ സ്പോട്ടിലെത്താനായിട്ടോ. ഇവിടെ അതുപോലെ തന്നെ ഓവാലത്തിന്റെ പണി ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് വർക്ക് സ്ലാബ് വാർത്തിട്ടിരുന്ന് മണ്ണൊക്കെ ഇട്ട് മൂടാണ്ട്. ഇവിടെ ഉണ്ട് ഒരു JCB കിടക്കുന്നത്. ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടിട്ടുണ്ട്. കറക്റ്റ് ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. അപ്പൊ അവിടെ എത്തി.